Do you know the usage of on the tip of my tongue? പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷേ നമ്മുടെ ആ പ്രത്യേക നിമിഷത്തിൽ നമുക്കത് പറയാൻ കഴിയാതെ വരും. അപ്പോൾ നമ്മൾ പറയും, എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്, ഞാനത് മറന്നുപോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇത്തരം സാഹചര്യങ്ങൾ മിക്കപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകാറുണ്ട്. ഈ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഏതാനും സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതായത്, അവൻ്റെ പേരെൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എങ്ങനെയാണിത് പറയുക? ഹിസ് നെയിം ഈസ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. അതുപോലെ, ആ പേരെൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ സമയത്ത് അത് ഓർക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എങ്ങനെയാണിത് പറയുക? ദാറ്റ് നെയിം വാസ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ് ബട്ട് ഐ കുഡിൻറ്റ് റിമെമ്പർ ദാറ്റ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചില തീയതികളൊക്കെ നമ്മൾ ഓർക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ പെട്ടെന്ന് നമുക്കത് കിട്ടാതെ വരും, പക്ഷെ നമ്മുടെ നാവിൻ്റെ തുമ്പിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എനിക്ക് 1 മിനിറ്റ് തരൂ, ഞാൻ ആ തീയതി എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്, എനിക്കൊന്ന് ഓർക്കാനൊരു നിമിഷം തരൂ എന്ന് നമ്മൾ പറയാറില്ലേ. അതെങ്ങനെയാണ് പറയുക? ജസ്റ്റ് ഗീവ് മി എ മിനിറ്റ്, ദാറ്റ് ഡേറ്റ് ഈസ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. അതുപോലെ മറ്റൊരു സാഹചര്യമാണ്, അവളുടെ നാവിൻ്റെ തുമ്പിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ചോദിക്കാൻ വേണ്ടി അവളിങ്ങനെ വെമ്പി നിൽക്കുകയായിരുന്നു, പക്ഷേ അവൾക്കത് നമ്മളോട് തുറന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. എങ്ങനെയാണത് പറയുക? ദർ വാസ് എ ക്വസ്റ്റ്യൻ ഓൺ ദ ടിപ്പ് ഓഫ് ഹെർ ടങ് ബട്ട് ഷി വാസ് അണേബിൾ ടു ആസ്ക് ഇറ്റ്. അവൾക്കത് ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇനി ചില നോട്ടങ്ങളിലൂടെ നമ്മൾ സംസാരിക്കാറില്ലേ. അത്തരം സാഹചര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും. അത്തരം സാഹചര്യങ്ങൾ, അതായത് നാവിൻ്റെ തുമ്പിൽ ചോദ്യങ്ങളുമായ അയാൾ എന്നെ നോക്കി എന്നൊക്കെ നമ്മൾ മനസ്സിൽ പറയാറില്ലേ. ഹി ലുക്ക്ഡ് അപ്പ് അറ്റ് മീ വിത്ത് ക്വസ്റ്റ്യൻസ് ഓൺ ദ ടിപ്പ് ഓഫ് ഹിസ് ടങ്. അതുപോലെ, നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളുടെ അഡ്രസ്സൊക്കെ നമ്മളോട് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കാം. പെട്ടെന്ന് നമുക്കത് പറയാൻ കിട്ടിയെന്ന് വരില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പറയും, അവൻ്റെ വിലാസം എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്, 1 മിനിറ്റ് ഒന്ന് കാത്തിരിക്കും, ഞാനൊന്ന് ഓർത്ത് പറയട്ടെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഹിസ് അഡ്രസ് ഈസ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്, വെയിറ്റ് എ മിനിറ്റ്, ഐ ക്യാൻ സേ ദാറ്റ്. ഇത്തരത്തിലൊക്കെ ഡെയിലി ലൈഫിൽ മിക്കപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. അതുപോലെ മറ്റൊരു സാഹചര്യമാണ്, നമ്മുടെ ഓഫീസിലൊക്കെ പുതിയതായിട്ടൊരു ആളെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, നമ്മുടെ ഓഫീസിലെ പുതിയ ജീവനക്കാരനെ അല്ലെങ്കിൽ ജീവനക്കാരിയെ നിങ്ങൾ കണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അതായത്, ഡിഡ് യു സീ ദ ന്യൂ എംപ്ലോയി ഇൻ അവർ ഓഫീസ്? ഞാൻ കണ്ടു, പക്ഷേ അവളുടെ പേര് ഞാൻ ചോദിച്ചില്ല, നിങ്ങൾക്ക് അവളുടെ പേരറിയാമോ എന്ന് നമ്മൾ ചോദിക്കില്ലേ. ഐ സോ ബട്ട് ഐ ഡോണ്ട് ആസ്ക് ഹെർ നെയിം, ഡു യു നോ ഹെർ നെയിം? ഇത്തരം സാഹചര്യത്തിൽ പെട്ടെന്ന് ചിലപ്പോൾ പുതുതായി വന്ന ആളുടെ പേര് ഓർത്തിരിക്കണമെന്നില്ല. ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ മറുപടി പറയുന്നത്. അതായത്, അതെൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അത് ഓർക്കാൻ കഴിയുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതായത്, ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ് ബട്ട് ഐ ജസ്റ്റ് കാൻ റിമെമ്പർ. അപ്പോൾ ഇത്തരത്തിൽ മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാവിൻ്റെ തുമ്പിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ് ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സെൻറ്റൻസുകൾ കണ്ടെത്തുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.